ലക്ഷൂറിയസ് ഭവനങ്ങൾ എറണാകുളം ജില്ലയിൽ മനോഹരമായിട്ടുള്ള പ്രകൃതിരമണീയ പശ്ചാത്തലത്തിൽ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ മനഃപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടിക്ക് സമീപത്തായി 2020 കിഴക്കമ്പലം പഞ്ചായത്തിൽ 7 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2900 സ്ക്വയർ ഫീറ്റിൽ 5 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷൂറിയസ് വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. 15 അടിയോളം നീളം വരുന്ന സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കുമാണ്. ബാംഗ്ലൂർ സ്റ്റോണുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന ഈ മുറ്റത്തും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലുമായി 5ഓളം കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ലഭ്യമാണ്. ഈ വീട്ടിൽ കുടിവെള്ള സ്രോതസ്സായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. മനോഹരമായിട്ടുള്ള വീടിന്റെ മുൻഭാഗത്തായി ഭംഗിയാർന്ന രീതിയിലുള്ള ഗാർഡൻ ഏരിയയും ഭംഗിയാർന്നിട്ടുള്ള ഒരു വാട്ടർ ഫൗണ്ടൻ ഏരിയയും നൽകിയിട്ടുണ്ട്. മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഉദ്ദേശം 800 മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് 1.25 കിലോമീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 13 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. 2018-19 കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു പ്രകൃതി രമണീയ ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വീടിനോട് അനുബന്ധിച്ചായി ധാരാളം മനോഹരമായിട്ടുള്ള വില്ല പ്രൊജക്റ്റിലുള്ള വീടുകൾ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭംഗിയായിട്ടുള്ള ഒരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത്. വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റിൽ പാകിയ മനോഹരമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തന്നെ ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇരട്ടപ്പാളിയുള്ള മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. മനോഹരമായി വലിയ ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന രീതിയിലാണ് ഈ ഭാഗം സംവിധാനപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വലിയൊരു ഷാൻലിയറും ഈ ഭാഗത്തായി നമുക്ക് ലഭ്യമാണ്. ധാരാളം ജനാലകൾ നമുക്ക് ഈ ഡബിൾ ഹൈറ്റഡ് ഏരിയയിൽ കാണുവാനായി കഴിയും. മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു TV യൂണിറ്റും സംവിധാനിച്ചിരിക്കുന്നു. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ്. 20ഓളം പേർക്ക് വരെ സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ ലെങ്തി ഡിസൈനിൽ വളരെ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്തും നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ഡോറുകളുള്ള കോർട്ട്യാർഡും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. രാജകീയമായ ഒരു പ്രൗഢി നൽകുന്ന രീതിയിലുള്ള ഒരു വാഷ് കൗണ്ടറും ഈ ഭാഗത്ത് സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു ഫാമിലി ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗത്തും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്നു. ഫാമിലികൾക്കായി ഒരു ചെറിയ ഗെറ്റ് ടുഗദർ എല്ലാം ഈ ഭാഗത്ത് നമുക്ക് കൂടുവാനായി കഴിയുന്നതാണ്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ മനോഹരമായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കാണ്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാൻ സൗകര്യം ലഭിക്കുന്ന രീതിയിൽ ഒരു ഇലക്ട്രിക് ചിമ്മിണി ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു. മനോഹരമായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും മനോഹരമായിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ ലഭിക്കുന്ന മൾട്ടിവുഡിൽ തീർത്ത കബോർഡുകളും നൽകപ്പെട്ടിരിക്കുന്നു. കിച്ചൺ ഡോർ തുറന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷീറ്റഡ് ആയിട്ടുള്ള കവേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് ഈ വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. 14 അടി നീളത്തിലും 12 അടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമിലും
ഭംഗിയാർന്നിട്ടുള്ള ജനാലകൾ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 16 അടി നീളവും 14 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകപ്പെട്ടിരിക്കുന്നത്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി 4 പാളിയുടെ വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത്. BLDC ഫാനുകൾ ഉൾപ്പെടെ നൽകപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ 5 ബെഡ്റൂമുകളിലും ഒരു ബ്ലൂ സ്റ്റാറിന്റെ AC വീതം നൽകിയിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ്. സ്റ്റെയറിൽ മനോഹരമായിട്ടുള്ള വുഡൻ ഫിനിഷിലുള്ള ടൈലുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഹാൻഡ് റെയിലുകൾക്കായി ടഫ്ലൻ ഗ്ലാസും അതിനു മുകളിൽ വുഡൻ പാനലിംഗും നൽകപ്പെട്ടിരിക്കുന്നു. ഭംഗിയാർന്നിട്ടുള്ള വുഡൻ പാനലിംഗ് ചെയ്തിരിക്കുന്ന സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. വലിയൊരു വിശാലമായിട്ടുള്ള ഭാഗമായിട്ടാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക. ധാരാളം ജനാലകൾ ഉള്ളത് കൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ നമുക്ക് ആവോളം പ്രകാശം നമുക്ക് ഈ വീടിനകത്ത് ലഭ്യമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ച് കണ്ട മനോഹരമായിട്ടുള്ള ഷാൻലിയറിന്റെ ഏറ്റവും അടുത്ത കാഴ്ച നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ആസ്വദിക്കാനാകുന്നതാണ്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിലെ 1ാമത്തേതും വീട്ടിലെ 3ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഏകദേശം 14 അടി നീളത്തിലും 12 അടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബാണ് നൽകപ്പെട്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ 3 പാളിയുടെ വലിയൊരു ജനാലയും 1 പാളിയുടെ ജനാലയും നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കും വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്കുമാണ്. ഏകദേശം 16 അടി നീളത്തിലും 14 അടി വീതിയിലും നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും AC-യും മറ്റും നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും 5ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് 5ാമതായും ഈ വീട്ടിൽ സെറ്റ് ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പുറത്തേക്കുള്ള ഒരു ബാൽക്കണിയും മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെയറും നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ലഭ്യമാക്കിയിരിക്കുന്നു. മനോഹരമായിട്ടുള്ള നീളമേറിയ വെട്ടിഫൈഡ് ടൈലാണ് ഈ വീട്ടിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. മുന്നേ സൂചിപ്പിച്ച വലിയൊരു ബാൽക്കണി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഡെഡിക്കേറ്റഡ് ആയി നൽകപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗത്ത് നിന്നുമാണ് നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ബാൽക്കണി ഏരിയ ഭാഗത്തേക്കാണ്. 2 ഭാഗത്തു നിന്നും എൻട്രി ലഭിക്കുന്ന രീതിയിലാണ് ഈ വീടിന്റെ ബാൽക്കണി ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടിക്ക് സമീപത്തായി 7 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2900 സ്ക്വയർ ഫീറ്റിൽ 5 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം പ്രകൃതി രമണീയമായ ഒരു പശ്ചാത്തലത്തിൽ 2020 കിഴക്കമ്പലം പഞ്ചായത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില 1,40,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.